അസ്സലാമു അലൈക്കും. അഫ്സൽ ബാബുവാണ് ജിദ്ദയിലെ പലതിലുള്ള നൂൺ ട്രാവൽസിന്. രണ്ട് കൊച്ചു കാര്യങ്ങൾ കേട്ടോ. ഒന്ന്, നമ്മൾ ചെറിയ ലാഭത്തിനൊന്നും വേണ്ടിയിട്ട് ബാഗേജ് എലവൻസ് ഒക്കെ കുറഞ്ഞ ടിക്കറ്റുകൾ എടുക്കാതിരിക്കുക. ചെറിയൊരു ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ 10, 50, 60 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5, 10 കിലോ ലഗേജ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു 10, 50, 60 റിയാൽ ലാഭം കിട്ടുമ്പോഴേക്ക് നമ്മൾ ഈ ലഗേജ് അലവൻസ് കുറഞ്ഞ ബാഗേജ് അലവൻസ് കുറഞ്ഞ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ലഗേജ് ഒന്നും കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒന്നുമില്ല, ഒന്നും വേണമെന്നില്ല, 20 ധാരാളം എന്നൊക്കെ പറയും. പക്ഷെ അവസാനം ചിലപ്പോൾ പോകാൻ നേരത്ത് ഒരു 1, 2, 3 കിലോ കൂടി കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യുക, ഇനിയിപ്പോൾ അതിനൊരു മാർഗമുണ്ടോ എന്നുള്ള സൊല്യൂഷൻ തരേണ്ടി വരും. അപ്പോൾ ഒരു 10, 20 കൊടുത്തു കഴിഞ്ഞാൽ 10, 50, 60 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 20 കിലോ ലഗേജ് എടുക്കുന്നത് 30 മാറ്റാനോ, അല്ലെങ്കിൽ എത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 30 എന്നുള്ളത് 40 മാറ്റാനോ ഒക്കെ ഉള്ള ചില ഫ്ലൈറ്റുകൾ അതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ, എല്ലാവരും അല്ല, ചിലപ്പം കുറച്ച് വൈകിട്ടൊക്കെ പോകുന്ന ആളുകൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ച് കുറേശ്ശെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അവസാനം പോകാൻ നേരത്ത് പല ആളുകളും പെടാറുണ്ട്. ആ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ, ഏറ്റവും നല്ല ചെറിയ ലാഭം നോക്കിയിട്ട് നമ്മൾ ഈ ബാഗേജ് അലവൻസും കുറഞ്ഞത് എടുക്കാതിരിക്കുക, ഏറ്റവും നല്ലത്. മറ്റൊന്ന്, ഈ ഫ്ലൈനാസിൻ്റെ ടിക്കറ്റിന് 30, പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ടോ, 30 കിലോ ലഗേജ് എന്നത് ഒറ്റ ബോക്സാണ്. ഫ്ലൈനാസിന് ഒരു ബോക്സാണ് നമ്മൾ 30 കിലോ ലഗേജിൻ്റെത് അലവൻസ് ഉള്ളത്. അത് നമ്മളെപ്പോഴാണെങ്കിലും ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് തലേന്നെങ്കിലും, നാളെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇന്നെങ്കിലും നമ്മൾ എവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത് അവരോട് വിളിച്ചിട്ട് നമ്മുടെ ബാഗേജ് അലവൻസ്, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, നമ്മുടെ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ്, ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക, ഒന്ന് ഉറപ്പ് വരുത്തുക. കുറേ മുമ്പേ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാകും, അതിനുശേഷം ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ, അത് ഏറ്റവും നല്ലത് നമ്മൾ പോകുന്നതിൻ്റെ തലേന്ന് നമ്മൾ എവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത് ആ ഏജൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊന്ന് വെരിഫൈ ചെയ്ത് അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. ഈ അവസാനം വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇല്ലെങ്കിൽ ചില ആളുകളൊക്കെ ബുദ്ധിമുട്ടാറുണ്ട്. പലപ്പോഴായിട്ട് പല ആളുകളും ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം മാറിയിട്ടുണ്ടാവും, ഏജൻറ്റ് പറയാൻ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് ആയിരിക്കും. ഇതൊക്കെ ഏറ്റവും നല്ലത് നിങ്ങൾ എവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പോളിസിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. പോകുന്നതിൻ്റെ തലേന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. ബാഗേജ് എങ്ങനെയാണ് കേട്ടോന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.